പാഠം 752. സർക്കാർ ആപ്പീസിൽ പാടില്ലാത്തത്. എന്താണ്? എനിക്കിന്ന് രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസിലെത്തണം. അതുകൊണ്ട് പതിവിലും 10 മിനിറ്റ് നേരത്തെ ഇറങ്ങണം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ഓ, പറഞ്ഞു. എന്നിട്ട് നീ എന്റെ ഷർട്ട് മുടി തയ്ച്ചു വെക്കാത്തെന്താ? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഞാനിത് ഇപ്പൊ തേച്ചു തരാം എന്ന് പറഞ്ഞ പോലല്ലോ. എനിക്കിന്ന് നേരത്തെ ഇറങ്ങിയേ പറ്റൂ. നീ വക്കീൽ ഓഫീസിലും കോടതിയിലേക്ക് ചെന്ന് കയറും പോലെ തോന്നുമ്പോ താലൂക്ക് ഓഫീസിൽ ചെന്ന് കയറിയ പോലെ എനിക്ക് 10 മണി ഞാൻ തഹസിലോട് പറഞ്ഞതാ. അപ്പൊ ഇനി 10 മണിക്ക് പോയാൽ പറ്റൂ. എന്നും മോഹനായിട്ട് ഇറങ്ങുന്ന 9:38 ഇന്ന് താലൂക്ക് ഓഫീസിൽ പോകണ്ടോണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങണം. അപ്പോഴും 9:28 ഇറങ്ങിയാ പോരെ? ഇപ്പൊ സമയത്തേ 8:45. ഇനിയുണ്ട് 43 മിനിറ്റ് കൂടി. ഒരു ഷർട്ട് മുണ്ട് തേക്കാൻ എനിക്ക് പരമാവധി 5 മിനിറ്റ് മതി. ഇങ്ങനെ കണക്കുറയൊക്കെ നോക്കുന്ന കാര്യമില്ല പാമേ. നിനക്ക് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഈ ഷർട്ട് മുണ്ട് തേച്ചാലും നേരത്തെ കുഴപ്പം. അയ്യേടാ, രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഞാൻ വെറുതെ ഇവിടെ കയറി കുത്തിരിക്കായിരുന്നല്ലോ. മോനേട്ടാ, എനിക്ക് മോഹനേട്ടൻ ഈ ഷർട്ട് മുണ്ട് തേച്ചാൽ മാത്രം പോരാ. വേറെ 1500 പണിയുണ്ട് ഇവിടെ കിടക്കുന്നത്. ഷർട്ട് മുണ്ട് എടുത്തിട്ട് ഊൺമുറി വന്ന് ഭാമേ കാപ്പി എന്ന് പറയുമ്പോ മോഹനേട്ടാ ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അപ്പൊ സഹിക്കൂ? കാപ്പി കുടിച്ചെഴുന്നേറ്റ് പോകാൻ നേരം ഭാമേ ചോറ്റുപാത്രം എന്ന് പറയുമ്പോ മോഹനേട്ടാ ദാ വരുന്നു എന്ന് പറഞ്ഞാൽ പോലും മോഹനേട്ട അപ്പൊ വഴക്കുണ്ടാക്കും. എല്ലാ ജോലി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഈ നായ ഞാൻ കുറച്ച് അധികം കേട്ടുള്ളതാ. ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുന്നതിന് കണക്ക് പറയുന്നതിന് എന്താണ് അർത്ഥം? ഞാൻ വില്ലേജ് ഓഫീസിൽ എന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? മോഹനേട്ടൻ ആഫീസ് ജോലി മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് ആഫീസ് ജോലിയും ചെയ്യണം, വീട്ടു ജോലിയും ചെയ്യണം. ഇതൊന്നും അത്ര വലിയ ജോലിയൊന്നും അല്ല. ഞാൻ ഫോൺ എടുക്കുമ്പോഴേക്കും നീ ഷർട്ട് മുടി തേച്ച് തേച്ച് വെച്ചോളാം. മനുഷ്യൻ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല. ഹലോ സാറേ, ഞാനാ ശശിപാലൻ. എന്താ ശിവല? അല്ല, സാറിന്ന് രാവിലെ താലൂക്ക് ഓഫീസിൽ പോയിട്ടല്ലേ വില്ലേജ് ഓഫീസിൽ വരൂ, അതോ വില്ലേജ് ഓഫീസിൽ വന്നിട്ടാണോ താലൂക്ക് ഓഫീസിൽ പോണേ? ശിശുപാലനോട് ഇന്നലെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, രാവിലെ താലൂക്ക് ഓഫീസിൽ പോയിട്ടേ വില്ലേജ് ഓഫീസിലേക്ക് വരൂ എന്ന്. വില്ലേജ് ഓഫീസറായി ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു ദിവസം പോലും ഓർത്തു വെക്കാൻ കഴിയില്ല എങ്കിൽ ശിശുപാലൻ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? ശിശുപാല, ഓരോ കാര്യം പിന്നെയും പിന്നെയും ചോദിച്ച് എന്റെ പിറകെ നടന്നാൽ ശിശുപാലൻ വിവരം അറിയും, ഓർത്തോ? എന്താ പ്രശ്നം? ഇന്നലെ വില്ലേജ് ഓഫീസിൽ വെച്ച് ഞാൻ ശിശുപാലനോട് പറഞ്ഞതാണ് രാവിലെ താലൂക്ക് ഓഫീസിൽ പോയിട്ടേ വില്ലേജിലേക്ക് വരുമെന്ന്. ഇപ്പോ പിന്നെയും വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ രാവിലെ ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇതിനാണ് ഇവിടെ കിടന്ന് മോഹനൻ ഇത്രയും ബഹളം വെച്ചത്. ശിശുപാലയുടെ പ്രായമായ ഒരു മനുഷ്യനല്ലേ, മോഹനന്റെ അത്രയൊക്കെ ഓർമ്മ ഉണ്ടാവൂ? ഒരു കാര്യം മറന്നു പോയപ്പോ അതൊന്നും കൂടെ വിളിച്ച് അന്വേഷിച്ചു. അതിലെന്താണ് ഇത്ര വലിയ തെറ്റ്? വില്ലേജ് ഓഫീസർ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വയ്യ എങ്കിൽ പിന്നെ ഇവരെന്താണ് ഓർത്തിരിക്കേണ്ടത്? ഞാൻ ഇന്നലെ അത്ര കൃത്യമായി പറഞ്ഞതാ. എന്താണ്? എന്താ? എന്തായാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊഫസർ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കുന്നതാ നല്ലത്. വേറെ സ്ഥലം എവിടെ നോക്കാനാ ശശിപാലൻ ചേട്ടാ? അതൊന്നും ശരിയാവൂല. ഏത് സ്ഥലം നോക്കുന്ന കാര്യമാണ് സ്വയംപ്രഭ പറയുന്നത്? ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞല്ലോ, സ്ഥലം നോക്കുന്ന കാര്യം സ്വയംപ്രഭ പറയുന്നത് ഞാൻ കേട്ടു. ഓ, അത് പ്രൊഫസർ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പോവാ. സാറേ, ബഷീറിന്റെ തടിവിലിനടുത്തുള്ള സ്ഥലം പോയി നോക്കിയില്ലേ? ഞങ്ങൾ ആ കാര്യം പറയായിരുന്നു. നാളെ രാവിലെ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഒരു 11 മണിയാകുമ്പോൾ ഞാൻ വരും. ശശിപാലൻ ചേട്ടാ, 11 മണിക്ക് വരുള്ളൂ. എന്ത്? ഒന്നുമില്ല സാർ. സാറ് നാളെ രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസിൽ, പിന്നെ 11 മണിക്ക് തിരിച്ചു വരും. അതെ, ഉറപ്പാണോ സാർ? എന്താ സംശയം?
കെ മോഹനകൃഷ്ണൻ സാർ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. ശിശുപാലന്റെ മനസ്സിൽ എന്തോ കള്ളത്തരുണ്ടല്ലോ ഭാമേ. കള്ളത്തരോ? ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിൽ ചെല്ലുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശിശുപാലൻ വേലയിറക്കുന്ന ഇന്നലെ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചുറപ്പിച്ചതാണ് ഞാൻ താലൂക്ക് ഓഫീസിൽ പോകുന്ന കാര്യം. പിന്നെയും ഇന്ന് രാവിലെ അത് വിളിച്ചു ചോദിച്ചിരിക്കുന്നു. ഇതിലെന്തോ കള്ളത്തരുണ്ടല്ലോ. ഒരു കള്ളത്തരം ഉണ്ടാവില്ല. ഒക്കെ മോഹനേട്ടന്റെ മനസ്സിന് കുഴപ്പ. മോഹനേട്ടൻ പറഞ്ഞത് മറന്നതുകൊണ്ട് ശിശുപാലനോട്ടൊന്ന് വിളിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അതല്ല, ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിൽ വൈകി എത്തുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളി. അതായത് ഞാൻ ഓഫീസിൽ ചെല്ലാതിരിക്കുമ്പോൾ അവർക്ക് എന്തോ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാൻ? കൈക്കൂലി വാങ്ങാനായിരിക്കും. അയ്യോ, വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനുള്ളില് കൈക്കൂലി വാങ്ങുന്നു. എന്റെ മോനേട്ടാ, മോഹനേട്ടന് ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കാൻ നിൽക്കല്ലേ. ഇതിനെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് പ്രാന്ത് എന്ന് വിളിക്കും. ഉത്തമൻ എന്നെയാണ് വിളിച്ചത്, ഞാൻ പോയിക്കോളാം. ഇനി അങ്ങോട്ടൊന്ന് വളാന്ന് ബഹളം വെക്കണ്ട. നമസ്കാരം വക്കീലെ. നമ്മുടെ പ്രതാപന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നാളത്തെ കേസ് ഒന്ന് അവധിക്ക് വെച്ച് കിട്ടുമെന്ന് ഒന്ന് ചോദിച്ചു. അത്യാവശ്യമായിട്ട് അവന് മധുരയ്ക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ പല പ്രാവശ്യമായി ഉത്തമ. കേസ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകാനാണ് പരിപാടിയെങ്കിലേ വേറെ വക്കീലെ നോക്കിക്കൊള്ളാം. ഈ അവധിക്ക് അപേക്ഷിച്ച് മജിസ്ട്രേറ്റിന്റെ ജീത്ത എന്നെ കൊണ്ടിന് വയ്യ. ഇത് അവസാനത്തെയാണ് വക്കീലെ, ഇനി അവധി അവൻ ചോദിക്കൂല. ചോദിക്കേണ്ടിരുന്ന പ്രധാനം ഉള്ള. നമസ്കാരമുണ്ട് സാറേ. ഇന്ന് വില്ലേജ് ഓഫീസിൽ എന്താ ഭയങ്കര സംഭവം നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ എന്ത് സംഭവം? ആദ്യം കേട്ടപ്പോ ഞാൻ ഇത് വിശ്വസിച്ചില്ല. പിന്നെ സാർ ഇതൊക്കെ സമ്മതിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്ത്? ഞാൻ അറിഞ്ഞു സാറേ, സ്വയംപ്രഭ സാറിന് പെണ്ണ് കാണാൻ സേതുമാധവൻ ഇന്ന് വരൂലേ. സാറിന് അവനെ അറിഞ്ഞൂടായിരിക്കാം, പക്ഷെ എനിക്കറിയാം. ഇന്നലെ ടൗണിൽ വെച്ച് കണ്ടപ്പോ അവൻ എന്റെ അടുത്ത് പറഞ്ഞു, സ്വയംപ്രഭ സാറിനെ അവൻ കല്യാണം ആലോചിച്ചു, ഇന്ന് രാവിലെ വില്ല ഓഫീസ് വെച്ച് കാണും എന്ന്. രാവിലെ പ്രഭസാറിനെ കണ്ടിട്ട് അവിടെ എവിടെ പോവേണ്ട അത്യാവശ്യമുണ്ട്. ഇന്നേ അവന് സമയമുള്ളൂ. സ്വയംപ്രഭ സാറിനാണെങ്കിൽ വെറുതെ ലീവ് എടുക്കാനും വയ്യ. അപ്പൊ പിന്നെ പെണ്ണ് കാണൽ വില്ലേജ് ഓഫീസ് വെച്ച് തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചു. സാറേ സാറേ, ഈശ്വര, സാർ അറിയാതെയാണോ വില്ലേജ് ഓഫീസിൽ പെണ്ണ് കാണൽ പ്ലാൻ ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശിശുപാലന്റെ ഉള്ളിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന്. എന്റെ കണക്കൂട്ടൽ കൃത്യമായി. മോഹനകൃഷ്ണനെ പറ്റിച്ച് ഓരോന്ന് ചെയ്യാമെന്ന് അവർ കണക്കൂട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെയായി. എന്തു പറ്റി? ഞാൻ രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാരെ കണ്ട് വില്ലേജ് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും 11 മണിയാവും. ശിശുപാലനും കാഞ്ചനയ്ക്കും സ്വയംപ്രഭയ്ക്കും ഒക്കെ തോന്നിയതുപോലെ ചെയ്യാൻ 1 മണിക്കൂർ സമയം കിട്ടും. എന്തേ മോനട്ടാ? ഒരു സർക്കാർ ഓഫീസിൽ വെച്ച് ഇന്നുവരെ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതെന്ത് കാര്യ? പെണ്ണ് കാണൽ. പെണ്ണാണല്ലോ. സ്വയംപ്രഭയെ പെണ്ണ് കാണാൻ ഒരു സേതുമാധവൻ വരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാതിരിക്കുന്നു. ഏതോ ഒരു സേതുമാധവന് സ്വയംപ്രഭയെ പെണ്ണ് കാണണം. ഇന്ന് ഒരൊറ്റ ദിവസമേ അയാൾക്ക് സമയമുള്ളൂ. പക്ഷേ പെണ്ണ് കാണലിന് വേണ്ടി ഒരു ദിവസം ലീവ് എടുക്കാൻ സ്വയംപ്രഭയ്ക്ക് വയ്യ. അതുകൊണ്ട് പെണ്ണ് കാണൽ വില്ലേജ് ഓഫീസിലാക്കാമെന്ന് അവർക്ക് കൂടി തീരുമാനിച്ചു. അതാണ് ശിശുപാലൻ ഇന്നലെ അങ്ങനെ ഒരു നമ്പർ ഇറക്കി നോക്കിയത്. ഇന്ന് രാവിലെ വീണ്ടും വിളിച്ചതും അതിന് തന്നെയാണ്. ഞാൻ നേരത്തെ എങ്ങാനും ചെന്ന് കയറി കൊടുത്ത് അവരെ കള്ളി പൊളിയല്ലോ. ഞാൻ അറിയില്ല എന്ന് കരുതി അവർ ആസൂത്രണം ചെയ്ത നാടകം പൊളിഞ്ഞു. മോഹനടുത്ത് എന്തിനു സൂക്കേടാണ്? സ്വയംപ്രഭയ്ക്കൊരു കല്യാണാലോചന വരുന്നു. ആദ്യം ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീട്ടുകാർ ഇടപെട്ടാൽ മതിയെന്ന് അവരെ കരുതിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്. സ്വയംപ്രഭയെ കാണാൻ വരുന്ന ഈ സേതുമാധവൻ ഇന്ന് ഒരു ദിവസം മാത്രമേ സമയമുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസ് വന്നുകൊണ്ടൊന്ന് സംസാരിച്ചു പോകുന്നു. അതിനെന്താണ് മോനോട് തെറ്റ്? അങ്ങനെ ഓരോരുത്തർക്കും തോന്നും പോലെ വന്ന് പെണ്ണ് കാണാനും സംസാരിക്കാനുള്ള സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. ആഫീസിലല്ലെങ്കിൽ അവര് വഴി വെച്ച് കാണും. അതും പറ്റില്ല എന്ന് മോനോട് പറയാൻ പറ്റുമോ? അതിലും നല്ലത് അവർ ആഫീസ് വെച്ച് കാണുന്നല്ലേ. ഞാൻ സമ്മതിക്കില്ല. ആളുകൾക്ക് തോന്നും പോലെ പെണ്ണ് കാണാനും പ്രേമിക്കാനും കല്യാണം കഴിക്കാനുമല്ല സർക്കാർ നാട് നീളെ ഇങ്ങനെ വില്ലേജ് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. അത് നടക്കില്ല.
ശിശുപാലനെ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പോണു? ഹലോ, അതെ, ആരാ? നമസ്കാരം സാർ. ഞാന് താലൂക്ക് ഓഫീസിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു. എന്തൊരു സാർ? അത് ശരി. അങ്ങനെ ആയിക്കോട്ടെ സാർ. സത്യം പറഞ്ഞാൽ എനിക്കതൊരു സൗകര്യം കൂടി ആയി. ശരി സാർ. താമസക്കാർക്ക് രാവിലെ ഇവിടെ പോകാനുണ്ട്. ഉച്ച കഴിഞ്ഞാൽ കാണാൻ പറ്റൂ എന്ന്. അതെന്തായാലും നന്നായി. ഞാൻ 11 മണിക്ക് വില്ലേജ് ഓഫീസിൽ എത്തുമെന്ന് കരുതി അവർ പെണ്ണ് കാണൽ നടത്തട്ടെ. ബാക്കി ഞാൻ ഏറ്റു. എന്താ മോനേട്ടന്റെ ഉദ്ദേശം? ഇത്തരം വൃത്തികേടുകൾ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. പെണ്ണ് കാണുന്ന എങ്ങനെ മോനേട്ട വൃത്തികേടാവുന്നത്? മോനേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടില്ലേ? ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നത് നിന്റെ വീട്ടിലാ. നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉള്ള സമയത്ത് അവരുടെയൊക്കെ മുന്നിൽ വെച്ചാൽ നിന്നെ പെണ്ണ് കണ്ടത്. അല്ലാതെ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ തന്നെയല്ല. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാ മോനേട്ട സത്യം പറയോ? ഞാൻ സത്യം മാത്രമേ പറയൂ. ശരി. എന്നെ കാണുന്നതിന് മുന്നേ മോഹനേട്ടനെ എത്ര പെണ്ണ് കാണാൻ പോയി? 4. ഓ, മോഹനേട്ടനും മോഹനേട്ടനോട് 1-2 പേരും കൂടി പെണ്ണിന്റെ വീട്ടിലെത്തുന്നു. ആ വീട്ടുകാരൻ നിങ്ങളെ പ്രതീക്ഷിച്ച് കാപ്പിയും പലഹാരം ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഒടുവിൽ പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു കഴിയുമ്പോ ഇഷ്ടപ്പെടുന്നില്ല. എത്ര പണം നഷ്ടപ്പെടുത്തി, എത്ര പേരുടെ സമയം കളഞ്ഞു. ഇതിലൊക്കെ നല്ലത് ആദ്യം പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ട് അവർക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം വീട്ടിൽ പോകുന്നതല്ലേ. അത്രയേ ഉള്ളൂ ഈ പെണ്ണ് കാണലിന്റെ ഉദ്ദേശം. അല്ലാതെ മോഹനേട്ടൻ വിചാരിക്കുന്ന ഒരു ദോഷം ഇതിനകത്തില്ല. പക്ഷേ വില്ലേജ് ഓഫീസ് ഇത്തരം ആവശ്യങ്ങൾക്കുള്ളതല്ല. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അതെ, ഈ സേതുമാധവൻ സ്വയംപ്രഭയെ പെണ്ണ് കാണാനായി വില്ലേജ് ഓഫീസിൽ വരുന്നതുകൊണ്ട് ഒരു പ്രയോജനം കൂടി ഉണ്ട്. എന്ത് പ്രയോജനം? പറയാം. ഈ സ്വയംപ്രഭ ഒരു സാധു പെൺകുട്ടിയല്ലേ. അവക്ക് ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ലേ? സ്വയംപ്രഭയുടെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. മോഹനേട്ടനെ പോലൊരു പ്രതിഭാശാലി ആ വില്ലേജ് ഓഫീസിലുള്ളപ്പോ അവിടെ വെച്ച് അവർ തമ്മിൽ കാണുന്നതന്നെയല്ലേ മോഹനേട്ടൻ നല്ലത്. മോഹനേട്ടനെ സ്വയംപ്രഭയെ ഉപദേശിക്കാനും പറ്റും, സേതുമാധവനോട് സംസാരിക്കാനും പറ്റും. അയാൾ ഏത് തരക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതൊരു ചെറിയ കാര്യമാണോ? മോഹനേട്ടനെ കീഴുദ്യോഗസ്ഥയല്ലേ ഈ സ്വയംപ്രഭ. ഇത്ര ഒരു സന്ദർഭത്തിൽ അവളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം മോഹനേട്ടനില്ലേ? അവർ വില്ലേജ് ഓഫീസ് വെച്ച് കാണട്ടെ. ഈ താലൂക്ക് ഓഫീസ് പോകാത്തോണ്ട് മോഹനേട്ടൻ അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ പേടിക്കാനുള്ളത്? അത് വലിയ കഷ്ടമായിപ്പോല്ലോ പ്രൊഫസറെ. ഇന്നത്തെ പോലെ ഒരു സൗകര്യം ഇനി ഒരിക്കലും കിട്ടില്ല. മോനേഴ്സാറ് താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരുമ്പോ എന്തായാലും 11 മണി കഴിയും. സംഗതിയൊക്കെ ശരിയാ. പക്ഷെ സേതോട്ടന് രാവിലെ ഓഫീസിൽ പോയേ പറ്റുമെന്നാ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് വരാന്ന് പറഞ്ഞു. നന്നായിരിക്കും. മോനേഷ് സാർ ആ നേരത്തെ ഇവിടെ കാണുകയും ചെയ്യും. വന്നു കയറുന്ന സേതുമാധവനോട് വായി തോന്നുന്നൊക്കെ പറയുകയും ചെയ്യും. അത് ശരിയാ. രാവിലെ ഒന്ന് ഫോൺ ചെയ്ത് സാറ് താലൂക്ക് ഓഫീസിൽ പോയിട്ടല്ലേ ഇങ്ങോട്ട് വരൂ എന്നൊരു ചോദ്യത്തിന് എന്നോടൊരു ചൂടാവല. എന്റെ അമ്മോ, ഈ നിസ്സാര കാര്യത്തിന് ചൂടാവുന്ന സാറേ ഇവിടെ ഒരു പെണ്ണ് കാണൽ നടക്കുന്നെന്ന് അറിഞ്ഞാലേ ചവിട്ട് നാടകം കളിക്കും. അതെ അതെ. എന്ത് ചെയ്യാനാ ശശിപാലൻ ചേട്ടാ? ഇനിയിപ്പം പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പേ ബേക്കറിയിലോ ഹോട്ടലിലോ ഒക്കെ വെച്ച് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഓഫീസിൽ വെച്ച് കാണാന്ന് പറഞ്ഞത്. നമസ്കാരം മേഡം. നമസ്കാരം. ഞാൻ ഇന്നലെ തന്ന അപേക്ഷയുടെ കാര്യം. ചേട്ടന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഹരിദാസൻ. ഹരിദാസൻ ചേട്ടാ, ചേട്ടൻ ഇന്നലെ തന്നിട്ട് പോയ അപേക്ഷ ഞാൻ അതുപോലെ മോഹനേഷ് സാറിന്റെ കൈ കൊടുത്തു. ഇതല്ലേ സാറാ അപേക്ഷ നോക്കിട്ട് ഒരൊറ്റ ചൂടാവലായിരുന്നു. എന്തിന്? അതെ, ഈ ഭാഗത്തൊന്നും ഇതിനു മുമ്പ് വന്ന് ഭൂമി കച്ചവടം നടത്തിയിട്ടില്ല അല്ലേ? അത് ഇല്ല. നിങ്ങളുടെ ആധാരത്തിൽ ഭൂമിക്ക് വില തീരെ കുറച്ചാ വച്ചിരിക്കുന്നു. അങ്ങനെ വില കുറച്ച് കാണിച്ച് ആധാരം നടത്തിയ പ്രമാണത്തിനെ മോനേഷ് സാറ് പോക്കൂരേ ചെയ്യത്തില്ല. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവിടത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാ. നിയമം വിട്ട ഒരു കാര്യത്തിനും സാറിനെ കിട്ടില്ല. മോഹനേഷ് സാറ് കൈക്കൂലി വാങ്ങില്ല, കള്ളത്തരം കാണിക്കൂല. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിലുണ്ടാവും. അതെ. എന്നാലും ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. സാറിനെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. സാറിനും വരാൻ വൈകും. താലൂക്ക് ഓഫീസിൽ പോയിട്ടേ വരുള്ളൂ.
അത് മാത്രമല്ല ചേട്ടൻ സാറിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ ചേട്ടൻ വന്നതെന്നറിഞ്ഞാലേ സാറിന്റെ സ്വഭാവം മാറും. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്റെ കാര്യം നടക്കണ്ടേ. ഇതൊന്നും നടന്നു കിട്ടാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. സ്വയംപ്രഭേ, അത് ഒന്നുമില്ല സാർ. ഈ ചേട്ടൻ അറിയാം. അനിയൊന്ന് വരൂ. ചെല്ലേ. സ്വയംപ്രഭയും വരൂ. അപ്പൊ സാറ് താലൂക്ക് ഓഫീസിൽ പോയില്ലേ? അയ്യോ, അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ ഈ ചേട്ടനെ സഹായിക്കാൻ നോക്കിയതായിരിക്കും സാറ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് എനിക്ക് വഴക്കുറപ്പാ. ഞാനിപ്പോ എന്താ വേണ്ടത്? ചേട്ടൻ എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ അതിന്റെ മറുപടിയും പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. വേറൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? പിന്നെ എന്താണെന്നുള്ളത് അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം. ചെല്ല് ചെല്ല്. എന്താ സാർ? സാർ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. സാർ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഈ ചേട്ടൻ. എല്ലാം എനിക്കറിയാം. എന്താ പേര്? ഹരിദാസൻ. ഹരിദാസനോ? അങ്ങനെയായിരുന്നു. അതെ സാർ. ഇത് ഒരു സർക്കാർ ഓഫീസാണെന്ന് ഹരിദാസൻ അറിയാമോ? അറിയാം. ഒരു സർക്കാർ ഓഫീസിൽ എന്തൊക്കെയാകാം, എന്തൊക്കെ ആയിക്കൂടാ എന്നറിയാമോ? സാർ, ഞാൻ അങ്ങനെ തെറ്റായ ഉദ്ദേശം വെച്ചൊന്നും അല്ല വന്നത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. പറ്റിയ വിലക്ക് കിട്ടിയതുകൊണ്ട് ഒരു വീടും വസ്തുവും വാങ്ങിച്ചു. ഇനി ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയണം. അതിന് ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം. നല്ലത്. സ്വയംപ്രഭ അതേപ്പറ്റി എന്ത് പറയുന്നു? അതേപ്പറ്റി ഞാൻ എന്ത് പറയുന്നത് സാറേ? പിന്നെ ആര് പറയും? ഇന്ന് ഹരിദാസൻ വരുന്ന കാര്യം സ്വയംപ്രഭ എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് പിന്നെ സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറൊരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കില്ലല്ലോ. പക്ഷേ ഇത്രയും നല്ലൊരു കാര്യം നടക്കണ്ടെന്ന് ഞാൻ പറയില്ലല്ലോ. ഹരിദാസൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സാർ, ഹരിദാസന് സ്വയംപ്രഭ ഇഷ്ടപ്പെട്ടോ? സ്വയംപ്രഭയ്ക്ക് ഹരിദാസനെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എന്തോ സാർ പറയുന്നു? എന്റെ ഇഷ്ടം എന്തിനാ സാർ? സ്വയംപ്രഭ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് പെണ്ണുങ്ങളല്ലല്ലോ, മിടുക്കി. പക്ഷേ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നത് എങ്ങനെയാണ്? ജീവിക്കുന്നതോ? സാർ എന്തൊക്കെയാ പറയുന്നത്? സാറേ, സാറിന് ശരിക്കും എന്താ ജോലി? നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു മനസ്സായി ജീവിക്കണം. ഞാനൊന്നും പറഞ്ഞില്ല. എന്താ നോക്കുന്നേ? അല്ല, സാറ് വില്ലേജ് ഓഫീസറോ അതോ കല്യാണ ബ്രോക്കറോ? അനിയ, നിങ്ങളുടെ അവിടെ ഒന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. സാറേ, സാറെന്ത് ഭ്രാന്തായി പറയുന്നത്? ഇന്നലെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ തന്ന ഹരിദാസനെ ഇത്. ഭൂമി ഇന്നലെ കിട്ടിയ അപേക്ഷ ഞാൻ സാറിന്റെ കയ്യിൽ തന്നിരുന്നല്ലോ. അപ്പൊ ഹരിദാസൻ സ്വയംപ്രഭയെ പെണ്ണ് കാണാൻ വന്നല്ലേ? പെണ്ണ് കാണാനോ? ഓഹോ, ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് ആധാരം നടത്തിയ ആ ഹരിദാസനാണല്ലേ താൻ? സാർ, ഞാനേ തന്റെ പോക്കൊരു ജന്മത്തിറങ്ങില്ല. മേലിതും പറഞ്ഞ് ഈ വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ് വന്നാൽ താൻ വിവരം അറിയും. ദൈവമേ, അഹങ്കാരി. സ്വയംപ്രഭയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഭൂമി പോക്കുവരവ് ചെയ്യാൻ വന്നവരെ പിടിച്ച് കീഴുദ്യോഗസ്ഥയെ കല്യാണം ആലോചിക്കുക. ഇങ്ങനൊരു സംഭവം ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും. എല്ലാത്തിനും കാരണം നീ ഒരാളാ. എന്റെ മാനം പോലെ സമാനപ്പെടുത്തോളാം. ഞാനോ?
ഞാൻ എന്ത് ചെയ്തു മോനേട്ടാ? വെറുതെ അങ്ങാടി തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞ പോലെ വഴക്കിന് വരില്ലേ എന്നോട്? നീ ഒരാൾ കാരണോ ഞാൻ അവരോട് സൗഹൃദത്തിലൊക്കെ പെരുമാറിയത്. സ്വയംപ്രഭ പെണ്ണ് കാണാൻ ആഫീസിൽ വരുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? മോഹനേട്ടാ, പെണ്ണ് കാണാൻ വരുന്ന ആളുടെ പേര് സേതുമാധവൻ എന്നാണെന്ന് ഉത്തമൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെ ഇതിനാണ് ഹരിദാസൻ എന്ന പേരിട്ട് അയാളാണെന്ന് ഉറപ്പിക്കാൻ പോയത്? ഉത്തമൻ പറഞ്ഞ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആഫീസിൽ ചെന്നപ്പോ സ്വയംപ്രഭടുത്ത് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. അവനാരും കരുതില്ല അത് പെണ്ണാണ് വന്നാണെന്ന്. ആണക്കേടായി. വൈകുന്നേരം വരെ എന്നെ കാണുമ്പോഴൊക്കെ സ്വയംപ്രഭ നോക്കി ചിരിക്കായിരുന്നു. ഇനി അവരിത് ആരോടൊക്കെ പറയുന്നു? സ്വയം പ്രവർത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അഹങ്കാരി. ഓക്കെ, സഹായം നോക്കിയപ്പോ എന്നെ കളിയാക്കുന്നു. പോട്ടെ, സാരമില്ല. ആരായാലും ഒരു അബദ്ധമൊക്കെ പറ്റില്ലേ, അതുപോലെ കരുതിയാൽ മതി. ഹലോ, അതെ, ആര്? ഉണ്ട്, കൊടുക്കാം. മോഹനേട്ടനാ? ഹലോ സാറേ, ഞാനാ സ്വയംപ്രഭ. എന്താ? എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? രാവിലെ സാറിന് അബദ്ധം പറ്റിയെന്ന് ഓർക്കാതെ ഞാൻ ആദ്യം ദേഷ്യപ്പെട്ടു. പിന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് തെറ്റായിപ്പോയി. എന്നെ പെണ്ണ് കാണാൻ വന്ന സേതുമാധവൻ എന്ന് ഓർത്തല്ലേ സാർ അത്രയും സ്നേഹത്തോടെ സംസാരിച്ചത്? അതിനർത്ഥം എന്റെ കാര്യത്തില് സാറിന് വലിയ കരുതലും താല്പര്യം ഉണ്ടെന്നല്ലേ? എപ്പോഴും ദേഷ്യപ്പെടുന്ന സാറ് ഇന്ന് എത്ര സ്നേഹത്തോടെയാ സംസാരിച്ചത്. സാറിന്റെ മനസ്സിന്റെ നന്മ കാണാൻ എനിക്ക് പറ്റിയില്ല. സാർ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, പേര് പറയുമ്പോ ഞാനൊന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നു. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്തായാലും സ്വയംപ്രഭ വിളിച്ചപ്പോ സന്തോഷായി. ശരി സാർ. എന്തു പറഞ്ഞു? അപ്പോഴത്തെ തമാശ ഓർത്ത് ചിരിച്ചതാ. പിന്നീട് ഓർത്തപ്പോ എനിക്ക് സ്വയംപ്രഭയോട് കരുതലാണെന്ന് തോന്നിയത്. അല്ലേലും സ്വയംപ്രഭ ഒരു പാവാ. അതുകൊണ്ടാണല്ലോ ആഫീസിൽ പെണ്ണ് കാണാൻ നടക്കട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതിയത്. അല്ലാതെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടല്ല. അതുമാണ്. പക്ഷേ ഹരിദാസനെ വിടില്ല. അവന്റെ പോക്ക് നടക്കുന്ന എനിക്ക് കാണണം. സർക്കാർ ആഫീസിൽ വെച്ച് പെണ്ണ് കാണുന്നതിലെ ശരി തെറ്റുകൾക്ക് ഇനി പ്രസക്തിയില്ല. കർക്കശക്കാരനും മുൻകോപിയുമായ വില്ലേജ് ഓഫീസർ സഹപ്രവർത്തകയോട് ഒരല്പം പരിഗണന കാണിക്കാൻ ആദ്യമായി ശ്രമിച്ചത് പാളിപ്പോയതിൽ ഖേദിച്ച് ഇന്നത്തേക്ക് വിടാം.